ടൈറ്റാനിക് സബ്മേഴ്സിബിൾ പര്യവേഷണത്തിന്റെ മാതൃകയിൽ ആദ്യ വിനോദസഞ്ചാര അന്തർവാഹിനി ഒരുങ്ങുകയാണ്. ഭഗവാൻ കൃഷ്ണന്റെ ദ്വാരകയിലെ കടലെടുത്ത ഭാഗം കാണാനാണ് ഇതിലൂടെ അവസരമൊരുങ്ങുക. രാജ്യത്തെ ആദ്യ വിനോദസഞ്ചാര അന്തർവാഹിനി ഗുജറാത്ത് സർക്കാർ നടപ്പാക്കുന്നു. ഹൈന്ദവ പുരാണ പ്രകാരം ദ്വാരക കൃഷ്ണന്റെ ജന്മസ്ഥലമായാണ് കണക്കാക്കുന്നത്. ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപാണ് ബെറ്റ്. ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനു വേണ്ടിയാണ് അന്തർവാഹിനി ടൂറിസം ലക്ഷ്യമിടുന്നത്. സമുദ്രജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സമുദ്രത്തിന് അടിത്തട്ടിലുള്ള കാഴ്ചകളുമൊക്കെ പര്യവേഷണം ചെയ്യുക എന്നതാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യമെന്നും ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. മസ്കാവ് ഡോക്ക് ലിമിറ്റഡ് ആണ് ദൌത്യത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരുമായി സഹകരിക്കുന്നത്. ടൈറ്റാനിക് സബ്മേഴ്സിബിൾ മാതൃകയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2024 ദീപാവലിക്ക് മുൻപ് ഇത് വിനോദസഞ്ചാരികളിൽ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ സഞ്ചാരികൾക്ക് കടലിൽ നിന്നും 100 മീറ്റർ അടിത്തട്ടിൽ അന്തർവാഹിനിയിലൂടെ യാത്ര ചെയ്യാനാകും. കടലിനടിയിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സഞ്ചാരികൾക്ക് ഇതൊരു അവസരമായിരിക്കും. 35 ടൺ ഭാരമുള്ള അന്തർവാഹിനിക്ക് 30 യാത്രികരെ വഹിക്കുന്നതിനുള്ള ശേഷിയാണ് ഉള്ളത്. 24 സഞ്ചാരികൾക്ക് കടലിനടിയിലെ കാഴ്ചകൾ കാണാനാകും വിധത്തിൽ വിൻഡോ സീറ്റാണ് സജ്ജമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത് സംസ്ഥാനത്തെ ടൂറിസത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗുജറാത്ത് ടൂറിസം മാനേജിംഗ് ഡയറക്ടർ സൗരഭ് വാർത്തി പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ നിർമ്മിച്ച സ്ഥലമാണ് ദ്വാരക എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക പൂർണ്ണമായും കടലെടുത്തുവെന്നും വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ വിവിധ മതവിശ്വാസികൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ദ്വാരക. ഇവിടുത്തെ ദ്വാരകാധീശ് ക്ഷേത്രത്തിൽ പ്രതിദിനം ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. ദ്വാരക എന്ന പേരിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പേര് ശ്രീകൃഷ്ണന്റേതാണ്. കൃഷ്ണന്റെ രാജ്യമായാണ് ദ്വാരകയെ പുരാണങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജധാനി ഇവിടെ ആയിരുന്നു അത്രേ. വൈഷ്ണവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാന ഇടം കൂടിയാണ് ദ്വാരക. സാധാരണ കരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ദ്വാരകയുടെ പ്രത്യേകത എന്ത് എന്നാൽ അത് സമുദ്രത്തിനോട് ചേർന്നാണ് ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 0 അടി മുകളിലായാണ് ദ്വാരക ഉള്ളത്. ഭഗവാൻ കൃഷ്ണൻ മഥുരയിൽ നിന്ന് രക്ഷപ്പെട്ട് യാദവ വംശത്തോടൊപ്പം ദ്വാരകയിൽ വന്ന കാലത്തേക്കാണ് ഇതെല്ലാം. പുരാതന ഗ്രന്ഥമനുസരിച്ച് ദ്വാരക അനട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സമുദ്രത്തിന്റെ അധിപനായ സമുദ്രദേവനെ ആരാധിച്ചതിനു ശേഷം ഭഗവാൻ കൃഷ്ണന് ലഭിച്ച 12 യോജന ഭൂമിയിലാണ് നഗരം നിർമ്മിച്ചത് എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. വിശ്വകർമാവ് കൃഷ്ണനും അവന്റെ കുലത്തിനും വേണ്ടി വെറും 2 ദിവസം കൊണ്ട് നഗരം മുഴുവൻ നിർമ്മിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം. ഭഗവാൻ കൃഷ്ണന്റെ മരണശേഷം നഗരം ഒരു വലിയ സുനാമിയിൽ തകർന്നു. നഗരം മുഴുവൻ സമുദ്രത്തിൽ മുങ്ങിയെന്ന് ഒരു സിദ്ധാന്തം പറയുമ്പോൾ മറ്റൊരു സിദ്ധാന്തം പറയുന്നത് സമുദ്രനിരപ്പ് ഉയർന്നതാണ് വെള്ളത്തിനടിയിലാകാൻ കാരണം എന്നതാണ്. എന്തായാലും ഇപ്പോൾ പുതിയ ഈ ഒരു സംവിധാനം വരുന്നതോടെ ദ്വാരകയിലെ കാഴ്ചകൾ കാണാൻ കൃഷ്ണഭക്തർക്കും ഒപ്പം ചരിത്ര അന്വേഷികൾക്കും പോകാൻ സാധിക്കും എന്നത് തന്നെയാണ് ഈ ടൂറിസത്തെ ഏറ്റവും വലിയ ആകർഷണീയമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.